സ്ഫോടനം നടന്ന തൃപ്പൂണിത്തുറയിൽ പടക്കം സൂക്ഷിച്ചത് അനുമതിയില്ലാതെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും കരാറുകാർക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഫോടനം നടന്ന തൃപ്പൂണിത്തുറ ചൂരക്കാട്ടിൽ ദുരിത കാഴ്ചകൾ മാത്രം 40 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. വീട് വാസയോഗ്യമാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അർച്ചന വിനോദ് ചേരുന്നുണ്ട്. അർച്ചന, സൂചിപ്പിച്ച പോലെ തന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ദുരിത കാഴ്ചകളാണ്. പല വീടുകളും പൂർണ്ണമായി തകർന്നു. പലർക്കും ഗുരുതര പരിക്കുകളുണ്ട്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയും അതുപോലെ തന്നെ കരാറുകാർക്കെതിരെയുമാണ് ഈ നാട്ടുകാരും ആരോപണം ഉന്നയിക്കുന്നത്. അത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? അമ്പിളി, നമുക്കറിയാം ഈ സ്ഫോടനം നടന്ന അത്രമേൽ ദുരിത കാഴ്ചകളാണ് രാവിലെ മുതൽ കാണുന്നത്. കാരണം പലരും ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ മടങ്ങിയെത്തി പലരും ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഭൂരിഭാഗം വീടുകളും ഈ താമസയോഗ്യമല്ലാതായിരിക്കുകയാണ്. 40ഓളം വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. നമുക്കറിയാം ഇപ്പോൾ വിവിധ സംഘടനകളാണ് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ കോൺക്രീറ്റ് പാളികളും അതുപോലെ പൊടിപടലങ്ങളും ഓടുകളുമെല്ലാം തകർന്നു വീണിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിവിധ സംഘടനകൾ ചേർന്ന് ശുചീകരിക്കുകയാണ്. ഓരോ വീട്ടിലുടമകളും അതിദയനീയ അവസ്ഥയിലാണ്. കാരണം എപ്പോഴാണ് ഇവിടെ താമസിക്കാൻ കഴിയുക എന്നതുപോലും മനസ്സിലാവാത്ത തരത്തിലാണ് ഓരോരോ വീട്ടുകാരും. അത്രമാത്രം ദയനീയമാണ്. പല വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഓരോ വീടുകളിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടുകാരൻ എല്ലാ സംഭവവും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എത്തരത്തിലാണ് ഈ ഒരു അപകടം നിങ്ങളെ ബാധിച്ചത്? ഞങ്ങൾ സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെ ഇല്ല. ആക്ച്വലി അമ്മ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അലക്കുമായിരുന്നു. അല്ലെങ്കിൽ അകത്തായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയേനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് കാലില്ലാത്ത കാരണം അച്ഛൻ സാധാരണ രീതിയിൽ ഈ റൂമിലാണ് ഇരിക്കാറ്. ആ റൂമിൽ നിന്നാണ് ജനൽപ്പാളി വന്ന് അടിച്ച് താഴെ വീണേക്കണേ. ആ സമയത്ത് അച്ഛൻ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അച്ഛൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം അച്ഛൻ രക്ഷപ്പെട്ടതാണ്. നല്ലോണം പോയിട്ടുണ്ട്. ഇതിൻ്റെ അകം ഒന്നുമില്ല. ഡോറ്, കട്ടില, വാതിൽ, ജനൽ ഒന്നുമില്ല. നഷ്ടപരിഹാരത്തെക്കുറിച്ച് എന്തെങ്കിലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല. അമ്പല കമ്മിറ്റിക്കാരും വിളിച്ചിട്ടില്ല. റെസിഡൻസ് അസോസിയേഷൻ ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. ഒന്നും ഒരറിവുമില്ല ഇതിനെ പറ്റി. ഞാൻ അത് കാരണം ക്ലീൻ ചെയ്യിക്കാണ്ടിട്ടിരുന്നതാണ്. പിന്നെ ഇവിടെ എല്ലായിടത്തും ക്ലീൻ ചെയ്തേക്കണോണ്ട് ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തുന്നതേ ഉള്ളൂ. കാരണം ഈ കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ എല്ലാം കണക്ക് ഇപ്പോൾ അപേക്ഷകളെല്ലാം മുനിസിപ്പാലിറ്റി ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനനുസരിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടെ കടക്കുക. എന്തായാലും ഇവിടുത്തെ വൈദ്യുതി അതുപോലെ വെള്ളമെല്ലാം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പുനഃക്രമീകരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരാണ് അറസ്റ്റിലുള്ളത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുക. മാത്രമല്ല 3 പേർ നിലവിൽ ഒളിവിലാണ്. ഇവരെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ദയനീയമായ കാഴ്ചകളാണ് സ്ഫോടനം നടത്തി ഓരോ വീട്ടുകാർക്കും പറയാനുള്ളത്. അമ്പിളി.